ലിനി എന്ന ഭൂമിയിലെ മാലാഖ. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമയിൽ വന്ന വാർത്തയുടെ തലക്കെട്ടായിരുന്നു. ലിനി എന്ന ഭൂമിയിലെ മാലാഖ. ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഇതാരാണ് എന്ന് ബോധ്യപ്പെട്ട് കാണും. പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തെ താലൂക്ക് ആശുപത്രിയിൽ, പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നേഴ്സായിരുന്നു ലിനി. മാതാപിതാക്കളുടെ 3 മക്കളിൽ പെൺമക്കളിൽ ഒരാൾ. ഭർത്താവ് വിദേശത്ത് ജോലി, 2 കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ. അവർ ഇവിടെ ശുശ്രൂഷിക്കുന്നു. നിപ്പ എന്ന മാരക രോഗം പിടിപെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ അതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു ലിനി എന്ന നേഴ്സ്. അവർ നിപ്പ എന്ന രോഗം ബാധിച്ച് മരിച്ചുപോയി. മരണവാർത്ത അറിയിച്ചുകൊണ്ട് പത്രങ്ങൾ രേഖപ്പെടുത്തിയത് ലിനി എന്ന ഭൂമിയിലെ മാലാഖ. തുടർന്നാണ് അവർ നിര്യാതയായി എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നത്. രാവും പകലും അതിൽ രേഖപ്പെടുത്തിയത്, രാവും പകലും നിപ്പ ബാധിതരായിട്ടുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന വലിയ കഠിനാധ്വാനമാണ് ഈ ലിനി എന്ന പെൺകുട്ടി നേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ ആ രോഗം ബാധിച്ച് 1-2 ദിവസം കിടന്ന് കാലയവനിക്കുള്ളിൽ മറഞ്ഞു. തൻ്റെ ഭർത്താവ്, വിദേശത്തുള്ള ഭർത്താവിന് ലിനി ഒരു മെസ്സേജ് അയച്ചു മൊബൈൽ ഫോണിൽ. ഇനിയും ഞാൻ ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഒരുപക്ഷെ ഈ ലോകത്തിൽ കാണുകയുള്ളൂ. ചേട്ടനെ ഒരുപക്ഷെ കണ്ടില്ല എന്ന് വന്നേക്കാം. പിഞ്ചു കുഞ്ഞുങ്ങൾ ഭവനത്തിൽ. പക്ഷേ എനിക്ക് സംതൃപ്തിയുണ്ട്. ലിനി എഴുതി, എനിക്ക് സംതൃപ്തിയുണ്ട്. എന്താണ് ആ സംതൃപ്തി? നിപ്പ ബാധിതരായിട്ടുള്ള മാരക രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഒരുപക്ഷെ അവരൊക്കെ ഭയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഇതെൻ്റെ കടമയാണ്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതായുള്ള ഒരു നേഴ്സ്. പത്രങ്ങൾ അവർക്ക് നൽകിയത് ഭൂമിയിലെ മാലാഖ എന്നാണ്. ഇന്ന് മെഡിക്കൽ മിഷൻ സൺഡേ. 2 സംഗതികൾ ഒന്നിച്ച് ഈ ദിവസം വരുന്നു. തിരുമേനി ഒരു കാര്യം ദേവാലയ പ്രവേശത്തെക്കുറിച്ച് പ്രസംഗിച്ചു. 12 സംവത്സരങ്ങൾ രോഗബാധിതയായിരുന്ന ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന സംഭവമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അവളെ തടയുന്നതായുള്ള പള്ളിപ്രമാണി, അതോടൊപ്പം തന്നെ അവളെ സൗഖ്യമാക്കുന്ന യേശു. ദൈവശാസ്ത്ര ചിന്തയിൽ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് സഫറിങ്ങിന്, കഷ്ടതയ്ക്ക്. വോളണ്ടറി സഫറിങ്, സ്വയം ഏറ്റെടുത്തതായുള്ള കഷ്ടതയായിരുന്നു യേശുവിൻ്റേതെന്ന് പറയുന്ന ചിന്താധാര. വൈക്കേറിയസ് സഫറിങ് ഇൻ പ്ലേസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്തതായുള്ള കഷ്ടതയായിരുന്നു യേശുവിൻ്റെ കഷ്ടത എന്ന് പറയുന്നത്. വികാർ എന്ന് പറയുന്നത് നമുക്കറിയാം, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ബിഫോർ ദി പീപ്പിൾ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾ ബിഫോർ ദി ഗോഡ്. ദൈവത്തെ മനുഷ്യൻ്റെ മുൻപിലും മനുഷ്യനെ ദൈവത്തിൻ്റെ മുൻപിലും പ്രതിനിധീകരിക്കുന്ന ആളാണ് വികാരി എന്ന് പറയുന്ന ആൾ. വികാർ, വൈക്കേറിയസ് സഫറിങ്. വിക്ടോറിയസ് സഫറിങ് 3ാമത്തെ വാക്കാണ്, വിജയകരമായിട്ടുള്ള കഷ്ടത. എന്താണ് വിജയകരമായിട്ടുള്ള കഷ്ടത എന്ന് വിവക്ഷിക്കുന്നത്? യേശുവിൻ്റെ മരണം അവരിന് വേണ്ടിയായിരുന്നതുകൊണ്ട്, ഭാവിയുള്ള മനുഷ്യന് വേണ്ടിയായിരുന്നതുകൊണ്ട് അതിന് വിക്ടോറിയസ് സഫറിങ് എന്നുള്ള പേരാണ് ദൈവശാസ്ത്ര മേഖലയിൽ ഉപയോഗിക്കുന്നതായുള്ള വാക്ക്. ലിനി എന്ന ഭൂമിയിലെ മാലാഖ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു. നമ്മുടെ ഭവനത്തിലെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം അത് ആവശ്യമാണ്. അവരിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമാണ്. രോഗസൗഖ്യത്തെക്കുറിച്ചും ശരീരാലും ദേഹികളുടെ സൗഖ്യത്തെക്കുറിച്ചും ഇന്ന് സഭ ചിന്തിക്കുവാൻ വേർതിരിച്ചിരിക്കുന്ന മെഡിക്കൽ മിഷൻ സൺഡേയിൽ എന്താണ് സൗഖ്യദായക ശുശ്രൂഷയിൽ സഭയുടെ പങ്കാളിത്തം?
ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ജീവിത ബന്ധാവിൽ സൗഖ്യം പകർന്നു കൊടുക്കുന്ന യേശു അപ്രകാരം ചെയ്തതാണെന്ന് നാം വായിച്ച് കേട്ടതായുള്ള വേദഭാഗം. ഈ 12 വർഷം രോഗിയായിരുന്നുള്ള സ്ത്രീ ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നു. അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു, ലഭിക്കുവാൻ. സൗഖ്യമായിരിക്കുന്നതായുള്ള വ്യക്തി, സൗഖ്യത്തിന് തടസ്സമായിരിക്കുന്നതായുള്ള പള്ളിപ്രമാണി, സാത്താന്യ ശക്തി, സാത്താൻ ബാധിച്ചായുള്ള 12 വർഷമായിട്ട് സാത്താൻ ബാധിച്ചായുള്ള ഈ സ്ത്രീ പറയുന്നു. സാത്താൻ എന്താണ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. Satan is the spiritual manifestation of the dehumanizing forces. സാത്താൻ എന്ന് പറയുന്നത് അത് ആത്മീകവൽക്കരണമാണ്. എന്താണ്? മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നതായുള്ള എല്ലാവിധമായുള്ള സംഗതികളുടെയും ആധ്യാത്മികവൽക്കരണമാണ്, ആത്മീയവൽക്കരണമാണ്. Satan is the spiritual manifestation of the dehumanizing forces. ഈ പള്ളിപ്രമാണി ശബത്തിൽ ഇവളെ സൗഖ്യമാക്കുന്നത് ശരിയോ എന്ന് ചോദിക്കുകയാണ്. ഇവൻ ലംഘിച്ചിരിക്കുന്നു. എന്ത്? ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു, ശബത്ത് ലംഘിച്ചിരിക്കുന്നു. ആധ്യാത്മികത നാം രൂപപ്പെടുത്തുന്നത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ അളവിൽ അതിനെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഇപ്രകാരമായിരുന്നു അതിൻ്റെ ടൈറ്റിൽ നൽകിയത്. മനുഷ്യത്വം നാണിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഞാനത് വെട്ടിവെച്ചിട്ടുണ്ട്. മനുഷ്യത്വം നാണിക്കുന്നു. താഴോട്ട് എഴുതിയിരുന്നത് എന്താണ്? പിച്ചക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ദിവസം മുഴുവൻ പിച്ചയെടുത്ത് ഭിക്ഷ യാചിച്ച് 321 രൂപ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു. 82 വയസ്സുള്ള വയോധികയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ വയോധികയായിട്ടുള്ള ഭിക്ഷക്കാരി സ്ത്രീയുടെ കയ്യിൽ 321 രൂപയുണ്ടായിരുന്നു. അവർ ഒരു വീട്ടിൽ ഭിക്ഷ യാചിച്ചിരുന്നു. അവിടെ 2 പേരുണ്ടായിരുന്നു. ഒന്ന്, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഒരു ജോലിക്കാരനാണ്, ഗവൺമെൻറ് ജോലിക്കാരൻ. ആരായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. കൂട്ടുകാരനുമാണ്. അവർ കുടിച്ച് മതോന്മത്തരായിട്ടിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ പക്കൽ പണമുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ 10 രൂപ കാണിച്ച് അകത്തേക്ക് വിളിച്ചു. 82 വയസ്സുള്ള ഈ സ്ത്രീയെ അവരെ മർദ്ദിച്ച് അവശയാക്കി 321 രൂപ പിടിച്ചെടുത്ത ഈ 2 പേരെക്കുറിച്ച് മനുഷ്യത്വം നാണിക്കുന്നു. ഈ കാലഘട്ടം മനുഷ്യത്വരാഹിത്യത്തിൻ്റെ കാലഘട്ടമാണ്. എന്തിനു വേണ്ടി നമുക്ക് ഈ കൺവെൻഷൻ? നമ്മുടെ ക്രിസോസ്റ്റം തിരുവേലി മല്ലപ്പള്ളി ആശ്രയ വയോജന മന്ദിരത്തിൽ ക്രിസ്മസ് കരോളിന് ഞാൻ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലുള്ളപ്പോൾ അവിടെ വന്നപ്പോൾ തിരുവേലി ഗായസംഘങ്ങളോട് ക്രിസ്മസ് കരോളാണ്. ഗായസംഘങ്ങളോട് ചോദിച്ചു, എന്താണ് ക്രിസ്മസിൻ്റെ മെസ്സേജ്? വാട്ട് ഈസ് ദി മെസ്സേജ് ഓഫ് ക്രിസ്മസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്മസ്? അപ്പോൾ കുട്ടികൾ എന്തൊക്കെയോ ആലോചിച്ചു. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. തിരുമേനിയുടെ സ്വസിദ്ധമായുള്ള ഭാഷയിൽ ചോദിച്ചു, അതിലെന്താ പ്രത്യേകത? എന്നാ? ദൈവമായിരിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുന്നത് കൊണ്ടാണ്. ദൈവത്തിന് മനുഷ്യനാകാൻ എന്താ പ്രയാസം? മനുഷ്യനെ എല്ലാം ഈ ലോകത്തിൽ സൃഷ്ടിച്ച ദൈവമാണ്. പിന്നെ അതിലൊരുവനായിത്തീരുന്നതിൽ എന്താണ് അർത്ഥം? എന്താണ് പ്രാധാന്യമായിരിക്കുന്നത്? പിന്നെ ഈ കുട്ടികളൊന്നും പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചപ്പോൾ ആരും മിണ്ടാതിരുന്നപ്പോൾ തിരുമേനി പറഞ്ഞു, God left his heavenly abode and entered into the human limitations in order to take us from where we are to the place where we should be. ദൈവം സ്വർഗത്തിലെ സകല മഹിമകളെയും പിടിച്ച് താണവസ്ഥയിൽ മനുഷ്യരോടൊപ്പം മനുഷ്യരിലൊരുവനായി തീർന്നു. ഈ മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന ദൈവം എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ആഘോഷം. ദൈവത്തിൻ്റെ സ്വർഗം വെടിയലിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. തിരുമേനി തൻ്റെ സ്വതസിദ്ധമായുള്ള ഭാഷയിൽ അത് ഓർമ്മിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്വർഗം വെടിയലിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായി എന്നുള്ളതും അതോടെ ചേർത്ത് വായിക്കേണ്ടതാണ്. 12 വർഷം രോഗിയായിരുന്നുള്ള സ്ത്രീ സൗഖ്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന പള്ളിപ്രമാണി മത ചിന്തകളെ
മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നതായുള്ള ആധ്യാത്മികതയുടെ പ്രതീകമായിരുന്നു ഈ പള്ളിപ്രമാണി. എന്നാൽ ഇതിന് തടസ്സമായി നിൽക്കുന്നവനെ മാറ്റി നിർത്തിയിട്ട് യേശു അവൾക്ക് സൗഖ്യം കൊടുക്കുന്നു. സൗഖ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് ശരീരാലും ദേഹികളുടെ സൗഖ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും സൗഖ്യം ആവശ്യപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. 102 വയസ്സുള്ള ഒരു വല്യമ്മ 10 വർഷം കട്ടിലിൽ കിടക്കുകയാണ് തളർവാദ രോഗിയായിട്ട്. 102 വയസ്സേ ഉള്ളൂ. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാ കർമ്മങ്ങളും അവരെ സഹായിക്കുന്നത് അവിടെയാണ്, ഈ കട്ടിലാണ്. അവരെല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്ന്. 102 വയസ്സുള്ള വല്യമ്മ പ്രാർത്ഥിക്കുന്നു, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. എന്താണ് നിത്യജീവൻ എന്ന് പറയുന്നത്? മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഓർത്ത് ഇത് ആയുസ്സിൻ്റെ മധ്യമാണെങ്കിൽ ഇത് എത്ര കാലം ചുമക്കേണ്ടി വരും? ആയുസ്സിൻ്റെ ദൈർഘ്യത്തേക്കാൾ ഗുണപരമായുള്ള ജീവിത ശൈലിയാണ് നിത്യജീവൻ എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. സൗഖ്യം എന്താണ്? ഡെലിവറൻസ് ഫ്രം സഫറിങ് ഉണ്ട്, ഡെലിവറൻസ് ഇൻ സഫറിങ് ഉണ്ട്. ഡെലിവറൻസ് ഫ്രം സഫറിങ് ആൻഡ് സിക്നെസ് ഉണ്ട്. കഷ്ടതയിൽ നിന്നുള്ള വിടുതലുണ്ട്, രോഗത്തിൽ നിന്നുള്ള വിടുതലുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറുപടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള മറുപടി ലഭിച്ചത് എത്രയോ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കാണും. എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് എനിക്കത് പറയാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വ്യക്തിപരമായുള്ള ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ദൈവിക ഇടപെടലിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഉത്തരമുണ്ടോ? ഡെലിവറൻസ് ഇൻ സഫറിങ് എന്ന് പറയുന്നത് എന്താണ്? കഷ്ടതയിൽ തന്നെയുള്ള വിടുതലാണ്. കഷ്ടതയിൽ നിന്നുള്ള വിടുതലും കഷ്ടതയിൽ തന്നെയുള്ള വിടുതലും. യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങണം, ഈ കുരിശാകുന്ന പാനപാത്രമെങ്കിൽ നീങ്ങണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ സുപുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. എന്താ മറുപടി എന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. പിന്നീടുള്ള യേശുവിൻ്റെ തുടർ ചര്യ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശു എന്താണ് മറുപടി ലഭിച്ചതെന്ന് വ്യക്തമാണ്. കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രമെങ്കിൽ നീങ്ങണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും പിതാവായ ദൈവം തൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കാണും. യേശുവിൻ്റെ മകൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കാണും, മോനെ, നിന്നെ ഇതിനു വേണ്ടിയായി ലോകത്തിലേക്ക് അയച്ചത്, ഈ കുരിശ് വഹിക്കുവാനായിട്ടാണ് നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. 33 വർഷത്തെ യേശുവിൻ്റെ ജീവിത യാത്ര, കാനാവിലെ വിരുന്ന് മേശയിൽ നിന്നും സിഹിയോൻ മാളികയിലെ ഊട്ടുമേശയിലേക്കുള്ള യാത്ര കുരിശിൻ്റെ പാതയിലുള്ള യാത്രയായിരുന്നു. കാനാവിലെ വിരുന്ന് മേശയിൽ നിന്ന് സിഹിയോൻ മാളികയിലെ ഊട്ടുമേശയിലേക്കുള്ള യാത്ര കുരിശിൻ്റെ പാതയിലെ യാത്രയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോർദാനിൽ മുഴങ്ങിയ ശബ്ദം, തൻ്റെ മാമോദീസ സമയത്ത്, സ്നാപന സമയത്ത് മുഴങ്ങിയതായുള്ള ശബ്ദം. മറുരൂപമലയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വീണ്ടും ഉദ്ധരിക്കപ്പെടുമ്പോൾ ഈ ഗൽഗുഥായിലേക്കുള്ള പ്രയാണത്തിന് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ അംഗീകാരമാണ് അവിടെ ലഭിക്കുന്നത്. ഡെലിവറൻസ് ഇൻ സഫറിങ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ മേരി ജോൺ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി എക്സ്കർഷന് പോയി ഒരു ബസ് പിടിച്ചു. ആ യാത്രയിൽ അപകടമുണ്ടായി, ചില കുട്ടികൾ മരിച്ചു. ഈ ഡോക്ടർ മേരി 2 കാലുകളും നഷ്ടപ്പെട്ടു പോയി, മുറിച്ചു കളയേണ്ടി വന്നു. വീൽ ചെയറിലാണ് തൻ്റെ പഠനം പൂർത്തീകരിച്ചത്. വീൽ ചെയറിൽ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും പോയി മറ്റ് ഡോക്ടേഴ്സിന് ചെയ്യുവാൻ കഴിയാത്തതായുള്ള
ഒട്ടനവധിയായുള്ള ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ മേരി ജോൺ. അവർ മരിച്ചപ്പോൾ അടക്കിയത് ചട്ട്പട്ട് മാർത്തോമ ഇടവയുടെ സെമിത്തേരിയിൽ അഭിവന്ദ്യനായുള്ള ഗീവറീസ് മാർ അത്തനേഷ്യസ് തിരുമേനി CI ജോർജ് അച്ഛനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്, വർഷങ്ങൾക്ക് മുൻപ്. അവർ തൻ്റെ ആത്മചരിത്രം എഴുതിയുണ്ടായി, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി. അവരുടെ ആത്മകഥയിൽ അവർ പറയുന്നുണ്ട്, അവർ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് ചോദിച്ചത് 2 കാലുകളാണ്, ദൈവം എനിക്ക് തന്നത് 2 ചിറകുകളാണ്. I prayed to God for 2 legs, but He gave me 2 wings. ഞാൻ ദൈവത്തോട് ചോദിച്ച 2 കാലുകൾ, എനിക്ക് ദൈവം തന്നത് 2 ചിറകുകളാണ്. കാല് രൂപപ്പെട്ടില്ല, വീൽ ചെയറിലാണ് പഠനം പൂർത്തീകരിച്ചതും തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചതും. എന്നാൽ മറ്റു പലർക്കും ചെയ്യുവാൻ കഴിയാത്തത്, കാൽ 2 ഉള്ളവർക്കും ബലവത്തായിട്ടുള്ള കാലുകൾ ഉള്ളവർക്കും ചെയ്യുവാൻ കഴിയാഞ്ഞത് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയി ചെയ്യുവാൻ ഈ ഡോക്ടർ മേരിക്ക് സാധിച്ചു. എന്താണ് ഡെലിവറൻസ് ഇൻ സഫറിങ് എന്ന് പറയുന്നത്? കഷ്ടതയിൽ തന്നെ ഉള്ള വിടുതൽ. സൗഖ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ വിടുതലിനായി വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ. സഭ സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുവാൻ വിളിച്ചാക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. സഭ യേശുക്രിസ്തുവിനോടുള്ള സംയോജനത്തിൽ ലോകത്തിൻ്റെ വിടുതലിനായി വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ. ഇന്ന് സൗഖ്യദായക ശുശ്രൂഷയെക്കുറിച്ച് മെഡിക്കൽ മിഷൻ സൺഡേ ആയിട്ട് സഭ വേർതിരിച്ചിരിക്കുമ്പോൾ ഇത് കൂടുതൽ അർത്ഥപൂർണമായിട്ട് ശാരീരികവും മാനസികവും ആത്മീയമായ ശരീരാത്മദേഹികളുടെ വിടുതലിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണ്. ഈ ഒരാഴ്ചക്കാലം ഈ മനോഹരമായുള്ള പന്തലിൽ പെയ്തിറങ്ങിയതായുള്ള ദൈവവചനം ശരീരാത്മദേഹികളുടെ സൗഖ്യത്തിനായിട്ട് നിരന്തരമായി നമ്മോട് ആവശ്യപ്പെടുന്നതായുള്ള ചിന്തകളായിരുന്നു നമുക്ക് പങ്കുവെച്ചു തന്നത്. ആ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ജീവിതം സഫലമായി എന്ന് പറയുവാൻ സാധിക്കുക. എന്തുകൊണ്ട് ഈ വർഷം കുടുംബ വർഷമായിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുന്നു? ഇവിടെ സെക്രട്ടറി അച്ഛനെ ഓർമ്മിപ്പിച്ചു, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഭവനങ്ങളിലും ഒരു ധ്യാന പുസ്തകവും ലഭിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഭദ്രാസന കമ്മിറ്റി കൗൺസിൽ പുസ്തകം ക്രമീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച അഭിനന്ദ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി അതിൻ്റെ പ്രകാശനം നിർവഹിച്ചു. നമുക്ക് ധാരാളം പുസ്തകങ്ങൾ അവൈലബിളാണ്. 365 ദിവസങ്ങളും വായിക്കത്തക്കവണ്ണം മനോഹരമായുള്ള ധ്യാന ചിന്തകൾ ബഹുമാനപ്പെട്ട ഈ ഭദ്രാസനത്തെ തിരുമേനിമാർ, അച്ഛന്മാർ, ഭദ്രാസന അംഗങ്ങളായിട്ടുള്ള അച്ഛന്മാർ, ഇവിടുത്തെ ഇടവികാരിമാർ, സുവിശേഷകർ, ഇങ്ങനെ എഴുതാനുള്ള മനോഹരമായുള്ള പുസ്തകം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു കാർഡ് കൂടി ലഭിക്കും. ഇപ്രകാരമുള്ള ഒരു ബ്രോഷർ ലഭിക്കും. 12 മാസവും നമ്മുടെ ഇടവുകളിൽ സൂക്ഷിക്കേണ്ടുന്നതാണ്, ചെയ്യേണ്ടുന്നതായുള്ള, സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്നതായുള്ള 12 കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായുള്ള കുടുംബ വർഷം ഫെബ്രുവരി മാസത്തിൽ രക്ഷകർത്തൃ മാസം എന്നാണ് ചേർത്തിരിക്കുന്നത്. രക്ഷകർത്തൃ മാസം പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് നടക്കുകയുണ്ടായി. പേരൻറ്റിങ് കത്തോലിക്ക വൈദികനാണ് ഫാദർ ജോസഫ്. അദ്ദേഹം പറഞ്ഞ് എങ്ങനെയാണ് ഈ കാലഘട്ടം ഒരു ഡീഹ്യൂമനൈസേഷൻ്റെ കാലഘട്ടമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. 82 വയസ്സുള്ള ആ സ്ത്രീയെ പോലും അവരുടെ കയ്യിലിരിക്കുന്ന പണം പോലും തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. സംസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തികച്ചും സംസ്കാരമില്ലാതെ ശൂന്യതയല്ലേ ഇത് കാണിക്കുന്നത്? നമ്മുടെ സമൂഹം ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹമെന്നാണ് നാം വാഴ്ത്തുന്നത്. ഇവിടെയല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഇതൊരു ഡീഹ്യൂമനൈസേഷൻ്റെ കാലഘട്ടം. അതോടൊപ്പം തന്നെ ഒരു മാർക്കറ്റൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ MT വാസുദേവൻ നായർ, അദ്ദേഹം സമീപ സമയത്ത് കാലയവനിക്കുള്ളിൽ മറിഞ്ഞ മലയാളത്തിൻ്റെ സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, കൺസ്യൂമറിസം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തെയാണ്, ഈ മലയാളി സമൂഹത്തെയാണ്. ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹത്തിൽ ദൈവരാജ്യ മൂല്യങ്ങൾ
പങ്കുവയ്ക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങൾ, ആർജന സംസ്കാരത്തിന് വ്യത്യസ്തത പകരുന്ന പങ്കുവയ്ക്കലിൻ്റെ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കും. മാർക്കറ്റൈസേഷൻ നമ്മൾ ഇന്ന് ഓർമ്മിച്ചുള്ള ബെന്യാമീൻ തൻ്റെ പുസ്തകത്തിൽ കടൽ കടന്നുപോയ മലാഖമാർ 4 തലമുറകൾക്ക് മുൻപ് വിദേശത്തേക്ക് തൻ്റെ കുടുംബത്തെ ബിൽഡപ്പ് ചെയ്യുവാൻ പുറപ്പെട്ട മറിയാമ്മ എന്ന ഒരു സിസ്റ്ററിനെ കുറിച്ച് 400ഓളം പേജുള്ള കടൽ കടന്നുപോയ മലാഖമാർ എന്നുള്ള പുസ്തകത്തിൽ ബെന്യാമീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊളനട സ്വദേശിയാണ് അദ്ദേഹം. കൊളനടയിലുള്ള ഒരു നേഴ്സാണ് വിദേശത്തേക്ക് ഏതോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയി ആ പ്രദേശത്തെ ആ കുടുംബത്തെ ബിൽഡപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ കഥയാണ് പറയുന്നത്. അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്, മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയതായിട്ടുള്ള കുടിയേറിയതായിട്ടുള്ള ഒരു സംസ്കാരമാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ സംസ്കാരമാണ് കുടിയേറ്റം. ഒരു സമയത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഉത്തര കേരളത്തിലേക്ക് ഒരു കുടിയേറ്റ സമൂഹമായിട്ട് നാം മാറ്റപ്പെട്ടു. ആ കുടിയേറ്റ സമൂഹത്തിൻ്റെ ആ തലമുറ തുടർന്നുള്ള തലമുറകളാണ് ഈ പന്തലിൻ കീഴിൽ ശ്രമിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നല്ലൊരു സമൂഹം ഇവിടെ ഉള്ളവരും തീർച്ചയായിട്ടും കാണും. പിന്നീട് കേരളത്തിന് പുറത്തേക്ക് നമ്മുടെ കുടിയേറ്റം തുടരുകയായിരുന്നു. കേരളത്തിന് പുറത്തെ ആദ്യത്തെ മാർത്തോമാ ദേവാലയം മദ്രാസിലെ ചട്ട്പട്ട് ദേവാലയമായിരുന്നു. പിന്നീട് കോയമ്പത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെയും ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി. ഇപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ നിന്നും എത്രയോ ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇംഗ്ലണ്ടിലേക്കും ന്യൂസിലാൻഡിലേക്കും കാനഡയിലേക്കും അയർലൻഡിലേക്കും എത്രയോ ഇടങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഒരു കുടിയേറ്റ സമൂഹമായിട്ട് ഒരുപക്ഷെ ഇസ്രായേൽ ജനതയെപ്പോലെ നമ്മുടെ സമൂഹം മാറ്റപ്പെടുന്നു. ഇവിടെയാണ് പേരൻറ്റിങ്, രക്ഷകർത്തൃ മാസം, ഫെബ്രുവരി മാസം എല്ലാ ദേവാലയങ്ങളിലും കഴിവുള്ളിടത്തോളം രക്ഷകർത്താക്കൾക്കായിട്ട് എങ്ങനെയാണ് പേരൻറ്റിങ് അർത്ഥപൂർണ്ണമാക്കുന്നത് എന്നുള്ളത് പഠിപ്പിക്കുവാൻ സാധിക്കണം. ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളും ഒത്തിരി ചോദ്യങ്ങൾ അപ്രകാരം നടക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ പ്രതീക്ഷ മാസം വയോധികരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് മാർച്ചിൽ. അങ്ങനെ ഈ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അതനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അർത്ഥപൂർണ്ണമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും സുവിശേഷകരുടെയും നേതൃത്വത്തിൽ നമ്മുടെ ഇടവുകളിൽ ചെയ്യുവാൻ സാധിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇടവകയിലും ഇടവയിലെ കുടുംബങ്ങളിലും ഇടവ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും, സഭയെന്ന് പറയുന്ന ഇടവ ഉൾക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുന്നതാണ് ഇടവക എന്ന് പറയുന്നുള്ള വാക്ക്. ശ്രീ KM മാത്യു എഴുതിയ മനോഹരമായുള്ള ആത്മകഥയാണ് 8ാമത്തെ മോതിരം. പലരും വായിച്ചിട്ടുണ്ടാകും. മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ KM മാത്യു തൻ്റെ ജീവിതകഥ എഴുതിയ ആ ആത്മകഥയുടെ പേരാണ് 8ാമത്തെ മോതിരം. അതിൽ ഒരധ്യായത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, തൻ്റെ മാതാവ് മരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാവ് ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ പിതാവ് കളക്ട് ചെയ്ത് അത് ഒരുമിച്ചൊരുക്കി ചേർത്ത് 8 മോതിരങ്ങൾ തീർത്തു എന്നാണ് പറയുന്നത്. നഷ്ടജാതകം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് ശ്രീ KM മാത്യു എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് നഷ്ടജാതകം എന്ന ചാപ്റ്ററിൽ 8ാമത്തെ മോതിരത്തിലെ നഷ്ടജാതകം എന്ന ചാപ്റ്ററിൽ എഴുതുന്നു, തൻ്റെ മാതാവിൻ്റെ സ്വർണ്ണ ആഭരണങ്ങൾ പിതാവ് ഒരുക്കി ചേർത്ത് തട്ടാനെ കൊണ്ട് 8 മോതിരങ്ങൾ തീർത്തു. ആ 8 മോതിരങ്ങളും പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ 8 മക്കളെയും അവിടെ വിളിച്ചു കൂട്ടി. അവർക്ക് ചില സാരോപദേശങ്ങൾ നൽകി. 8 പേർക്കും ഈ മോതിരം, അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 8 പേർക്ക് നൽകി. 8ാമത്തെ മോതിരം ലഭിച്ചത് ശ്രീ KM മാത്യുവിനാണ്. ഈ മോതിരങ്ങൾ കൊടുത്ത ശേഷം പിതാവ് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ അമ്മ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി ചേർത്ത അത് മുഴുവൻ ഒരുക്കി ചേർത്ത് 8 മോതിരമായിട്ട് ഈക്വലായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ മോതിരങ്ങൾ നിങ്ങളുടെ വലം കൈയുടെ മോതിര വിരലിൽ അണിയുമ്പോൾ, 4ാമത്തെ വിരലിൽ അണിയുമ്പോൾ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ളൊരു മഹൽ സത്യമുണ്ട്. അതെന്താണ്? എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ജീവിതയാത്രയിൽ പതറിപ്പോകുമ്പോൾ,
തെറ്റായ ഒരു കാര്യത്തിലേക്ക് വഴുതി വീഴുവാൻ ഇടയായാൽ അവിടെയൊക്കെ നിങ്ങളുടെ അമ്മയുടെ സാന്നിധ്യമായി അമ്മ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി ചേർത്ത ഈ മോതിരം നിങ്ങളുടെ നാലാമത്തെ വിരലിൽ, വലത് കൈയുടെ നാലാമത്തെ വിരലിൽ വെട്ടിത്തിളങ്ങും. ശ്രീ കെ മാത്യു നഷ്ടജാതകമെന്ന് പറയുന്ന ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വലം കൈയുടെ നാലാമത്തെ വിരലിൽ ആ മോതിരം വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതെന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തായിരിക്കും? ഈ കൂടി ഒരു 8 ദിവസത്തെ നമ്മുടെ വചന കേൾവി ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു വജ്രമോതിരമാണ്. നമുക്ക് സുന്ദരമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ദൈവരാജ്യ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വജ്രമോതിരമായി നമ്മുടെ ഹൃദയത്തിൽ വെട്ടിത്തിളങ്ങും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എത്രയോ ദൈവദാസന്മാർ അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചനം പങ്കുവെച്ച ഇടം ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ദൈവവചനം കേൾക്കുവാൻ സാധിച്ചു. ഹൃദയത്തിൽ വെട്ടിത്തിളങ്ങുന്ന അനുഭവമായി നമ്മളെ ഓർമ്മപ്പെടുത്തലായി ഈ ദൈവവചന കേൾവി നമുക്ക് തീരട്ടെ എന്ന് അവരോടും പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ സമയത്ത് ഒരു ദേവാലയത്തിൽ പോയപ്പോൾ പറഞ്ഞു, ഏതൊരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ കൂദാശയുടെ നമ്മുടെ പ്രാർത്ഥനാക്രമമുണ്ട്, നമസ്കാരക്രമം. ആ ഭാഗം ഒന്നുകൂടി വീണ്ടും വായിക്കണം. വിവാഹ കുടുംബ ദിനത്തിൽ, നിങ്ങളുടെ വിവാഹം നടന്ന ദിവസം, അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ ഭാഗം ശുശ്രൂഷക്രമം കരസ്ഥമാക്കി ഒന്ന് വായിച്ച് നോക്കാൻ സാധിക്കണം. നമ്മുടെ കെ തോമസ് അച്ഛൻ ഓർമ്മിപ്പിച്ചു, 2 വേദപുസ്തകങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് പറഞ്ഞത് സാക്രമെൻ്റൽ ബൈബിൾ എന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ഓർത്ത് ഇതെന്താണ് ഈ സാക്രമെൻ്റൽ ബൈബിൾ? 2 ഭവനങ്ങൾ, നമ്മുടെ ഭവനങ്ങളിൽ 2 എണ്ണം. ഒന്ന് ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ നൽകിയതായുള്ള ബൈബിളാണ്. 2 വിശുദ്ധ വിവാഹം നടന്നപ്പോൾ വധൂവരന്മാർക്ക് ഒരുമിച്ച് നൽകുന്ന ബൈബിളാണ്. ഇത് 2ഉം ഈ വിശുദ്ധ കൂദാശകളെ ഓർമ്മിപ്പിക്കുന്നതായുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ വേദപുസ്തകമാണ്. സാക്രമെൻ്റൽ ബൈബിൾ എന്നാണ് അദ്ദേഹം പേരോർമ്മിപ്പിച്ചത്. നമ്മുടെ വിവാഹ കൂദാശക്രമം ഒന്ന് വായിക്കണം. അതിൽ പ്രബോധന ഭാഗമുണ്ട്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും, അതാ ഒരു ഭാഗം. ഇത് അന്നേരം ആര് കേൾക്കാനാണ്? അവിടെ നിൽക്കുന്ന വധൂവരന്മാരുടെ മനസ്സുകളിൽ അറേബ്യൻ കടലിനേക്കാൾ ഓളം തല്ലുന്ന സന്ദർഭമായിരിക്കും, ഓർമ്മകൾ ഓളം തല്ലുന്ന സന്ദർഭമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കൂടി ചിലപ്പോൾ കടന്നു പോയേക്കാം. അത് കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. പറയുന്നത്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം, പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിൽ ഇപ്പോൾ ഒരു ബൈബിൾ അവർക്ക് കൊടുക്കും. തിരുവചന ധ്യാനത്തിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കുടുംബ പ്രാർത്ഥന ക്രമമായി നടത്തുന്നവരായിരിക്കണം. എല്ലാ ഞായറാഴ്ചയും എല്ലാ വിശുദ്ധ കുർബാന ശുശ്രൂഷകളിലും നിങ്ങൾ സംബന്ധിക്കുന്നവരായിരിക്കണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും വളർത്തണം. ഇത് ഓരോ വിവാഹ ദിനത്തിലും അത് എടുത്ത് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ എം എ തോമസ് അച്ഛൻ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെൻ്റർ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മുടെ പാഷൻ വീക്കിലെ പീഠാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷാക്രമം 52 ദിവസവും അത് റെസ്റ്റിലായിരിക്കും, വിശ്രമത്തിലായിരിക്കും. 51 ദിവസം ആഴ്ച കഴിയുമ്പോൾ 52ാമത്തെ ആഴ്ച പീഠാനുഭവ ആഴ്ചയിൽ മാത്രമേ നമ്മൾ സാധാരണ അത് എടുക്കാറുള്ളൂ. അദ്ദേഹം പറയായിരുന്നു, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലായിരുന്നു എന്നോട് പറഞ്ഞത്, ഈ പീഠാനുഭവ ആഴ്ചയിലെ ക്രമം നമ്മളൊന്ന് വായിക്കണം. അതിലെ പ്രമ്യോനും സദ്രായും പ്രാർത്ഥനകളുടെ നിരയാണ്. അതൊരു പ്രസംഗമാണ്. വേറെ പ്രസംഗങ്ങളുടെ ആവശ്യം അതിനപ്പുറമായുള്ള പ്രസംഗങ്ങളാണ് നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായിട്ടുള്ളത്. വിവാഹ കൂദാശയിലെ പ്രാർത്ഥനകൾ നിങ്ങൾ ഓർക്കണം. ഈ കുടുംബവർഷത്തിൽ നമ്മുടെ വിവാഹ കൂദാശയുടെ അക്രമം ഒന്ന് വായിച്ചിരിക്കണം. നിങ്ങളുടെ വിവാഹ ദിനത്തിൽ ഒന്ന് വായിക്കണം. അതെന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത്.
വ്യക്തതയോടുകൂടി നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ സാധിക്കും. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അടിസ്ഥാന ക്രിസ്തീയ കുടുംബം എന്താണ്? യേശു പറഞ്ഞു, നിന്നെ നിൻ്റെ അമ്മയും സഹോദരങ്ങളും അന്വേഷിക്കുന്നത് പറഞ്ഞപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവേഷ്ടം ചെയ്യുന്നവരാണ്. ഒരു മാനവ കുടുംബം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണത് യേശു പറഞ്ഞത്. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബേസിക് ഹ്യൂമൻ കമ്മ്യൂണിറ്റിയായി രൂപപ്പെടണം, അടിസ്ഥാന മാനവ സമൂഹമായി രൂപപ്പെടണം. നമ്മുടെ ഭവനങ്ങളിൽ പിതാവും മാതാവും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടങ്ങൾ, വീട്ടിൽ മറ്റ് ശുശ്രൂഷിക്കുവാൻ ആളുകളുണ്ടെങ്കിൽ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന, തനത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എല്ലാ വിശുദ്ധ ശുശ്രൂഷകളിലും നിങ്ങൾ സംബന്ധിക്കണം. ഇതൊരു മാതൃകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് നമുക്ക് കൈമാറുവാൻ സാധിക്കുന്നത്? ഞായറാഴ്ച ട്യൂഷൻ ക്രമീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പോയേ പറ്റുകയുള്ളൂ. എങ്കിലും അതിന് കൊടുക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം സൺഡേ സ്കൂളിന് കൊടുക്കണം. സൺഡേ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാത്ത എവിടെയൊന്നും ഒരു കേട്ടു, കുറച്ച് ആ ദിവസം ആ ട്യൂഷൻ സാധാരണ നടക്കുക. എന്ത് ചെയ്യാനാ? കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവവചനം പഠിക്കുവാനുള്ള അവസരം കൊടുക്കണം. അത് കുടുംബത്തിലാണ്. ഒന്നാമത്തെ പാഠശാലയാണ് കുടുംബം. അവരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലേക്ക് അവരെ പറഞ്ഞയക്കണം. സൺഡേ സ്കൂളിൽ പോകുന്നതായുള്ള കുഞ്ഞുങ്ങൾ പള്ളി ആരാധനയിൽ സംബന്ധിച്ച ശേഷം മാത്രമേ വീട്ടിൽ വരാവൂ. അവരെ കൊണ്ട് സൺഡേ സ്കൂളിൽ വിട്ട് 1ാം സമ്മാനവും 2ാം സമ്മാനവും മേടിക്കുന്നത് കാണാൻ സന്തോഷമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച്. അവർ സൺഡേ സ്കൂളിൽ വിട്ട ശേഷം പള്ളി ആരാധനയിൽ സംബന്ധിച്ചിട്ട് അവർ വീട്ടിൽ വരാവൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞു പോകുന്ന ആരാധനകളിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുടുംബവർഷം ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നൽകുന്നുണ്ട്. ഒത്തിരി ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവഹിതമനുസരിച്ച് ജീവിപ്പാൻ, ദൈവഹിതത്തെക്കുറിച്ച് നാം ഈ വർഷം ധാരാളം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.